ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റാഗി കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ്സാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനാണ് 1 ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ട് ഇനി ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. വെള്ളം ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റാഗിയുടെ മിക്സ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ റാഗിയുടെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെ കൈയെടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ റാഗി നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് ഇട്ടങ്ങ് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അത് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നോളും. ഈ തിക്നെസ്സിലാണ് ഞാനിവിടെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരും. ഇനി അടുത്തതായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള റാഗിയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തണുത്ത് വന്നപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 4 ഈന്തപ്പഴവും 4 ബദാമും വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബദാമിന് പകരം കാഷ്നട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു റോബസ്റ്റ് പഴമാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ നേന്ത്രപ്പഴവും പാലും പഞ്ചസാരയൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പഴവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള റാഗി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.